ഇന്ന് തിരുവാതിരയൊക്കെ ആയിട്ട് വൈകിട്ടത്തേക്ക് നമുക്ക് കപ്പയാക്കിയാലോ. പുഴുക്കൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുക. പുഴുക്കെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അറിവിൽ എല്ലാ കിഴങ്ങുകളും അതുപോലെ പയറും കടലയും അങ്ങനെ എല്ലാം കൂടിയിട്ട് വേവിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പുഴുക്കെന്ന് പറയുമ്പോൾ പല രീതിയിലും ഉണ്ടാക്കാൻ തോന്നുന്നു. കാവത്തും എല്ലാം കൂടിയിട്ടിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം കൂടിയിട്ടിട്ട് അങ്ങനെ വേവിച്ച പുഴുക്കിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കപ്പ മാത്രം വേവിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തിരുവാതിരയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഭക്ഷണത്തിൽ മുഴുവനായിട്ട് വീട്ടിലുണ്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത്. അതായത് കപ്പ ഉണ്ടാക്കിയത്, അതുപോലെ കൂവ ഉണ്ടാക്കിയത്, പിന്നെ രാവിലെ കഴിച്ചത് പഴമാണ്, അതും വീട്ടിലുള്ളത്. അതായത് എല്ലാ സാധനങ്ങളും വീട്ടിലുള്ളതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഞാൻ നാളെ ആയിരിക്കും ഇടുക. അതായത് ഇന്നാണ് തിരുവാതിര, നാളെ ആയിരിക്കും വീഡിയോ ഇടുക. അപ്പോൾ കപ്പ മുൻപൊക്കെ പറിച്ചപ്പോൾ ചിലതിലൊന്നും കടയുണ്ടായിരുന്നില്ല കേട്ടോ. അതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ധാരാളമാണ്. നല്ല വലിയതായിട്ടുള്ളതാണ്. നല്ല രുചിയുള്ള കപ്പയാണ് കേട്ടോ ഇവിടുത്തെ. പൊടിയൊക്കെ ഉള്ള, നമ്മൾ പറയില്ലേ കിഴങ്ങൊക്കെ ഒരു പൊടി ഉണ്ടാവണം എന്ന് പറയില്ലേ, അതൊക്കെയുള്ള നല്ല കപ്പയാണ്. ഉടയ്ക്കുമ്പോൾ നന്നായി ഉടഞ്ഞു പോകുന്ന കപ്പയാണ് കേട്ടോ. അപ്പം ഞാൻ നന്നായി വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് അതിലിട്ടിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഇതിന് ചമ്മന്തി കൂട്ടിയിട്ടും കഴിക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തിയുടെ ആവശ്യമില്ല.